Hi guys, welcome back to our day 8 of daily vlog. Guys, അപ്പോൾ ചപ്പാത്തി റെഡി വിത്ത് പുഴുങ്ങിയ മുട്ട ആൻഡ് മുളക് പൊടി കഴിക്കട്ടെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഡേ 8 ഓഫ് ഡെയിലി വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. നമുക്കിന്ന് എന്താണെങ്കിലും ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള മാച്ചിൽ സ്പെയിൻ ജയിച്ചു, ഫ്രാൻസ് ഔട്ടായി. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫ്രാൻസ് ജയിക്കുമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ അർജൻറ്റീനയുടെ മാച്ചുണ്ട്. ഓക്കെ, നോക്കാം. എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ ഇംഗ്ലണ്ട് ജയിക്കാനാണ്. അർജൻറ്റീന ഫാൻസ് ഓഫ് കോഴ്സ് ഇപ്പോൾ പറയും അങ്ങനെയൊന്നുമില്ല, അർജൻറ്റീന ജയിക്കുമെന്നായിരിക്കും. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ജയിക്കും. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ എണീറ്റ് ഇവിടെ കുക്കിങ്ങിലേക്കുള്ള പരിപാടിയിലിട്ട് പോവാണ്. കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. റെഡി ടു കുക്ക് ചപ്പാത്തി. പിന്നെ നമ്മൾ എന്താ കട്ടൻ കാപ്പി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഇട്ട് സെറ്റാക്കാം. ഗൈസ്, അതിൻ്റെ കൂടെ നമുക്ക് മുട്ടയുണ്ട്, മുട്ട പുഴുങ്ങാനെടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ, മൊത്തം 3 പേരിപ്പോൾ ഉള്ളു. ബേസിലും ജസുനും വീട്ടിൽ പോയി, നൗദി ആയതുകൊണ്ട്. പിന്നെ അമലിന് വർക്കുണ്ട്, അവൻ രാവിലെ എണീറ്റ് കഴിച്ചു. അപ്പോൾ അവനിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഞാനും അശ്വിനുമാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് സെറ്റാക്കട്ടെ. അമല പോവാണ്. ഗേറ്റ് അടച്ചത്തേക്ക് അമലേ ഡാ. ഓക്കെ, ആ പാത്തി ഇവിടെ ഇട്ടിട്ടാ പോയെ. എന്തായി എന്ന് സെറ്റാകുന്നുള്ളായിരുന്നു, ചൂടായിട്ടില്ല. മറ്റേ സാധനമില്ല മറിച്ചിടുന്ന. നമുക്ക് സ്പൂൺ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, മറിച്ചിടാൻ പറ്റും. അപ്പോൾ ചപ്പാത്തി സെറ്റായിട്ടുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചാൽ മാത്രം മതി. ഗൈസ്, നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ അശ്വിൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. എണീറ്റത് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ എല്ലാം സെറ്റാക്കി. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സൂക്ഷ്മതയോടെ മുട്ട ശരിയാക്കുന്ന അശ്വിൻ റെജി. ഗൈസ്, മുട്ട സെറ്റായിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് മുട്ട കഴിക്കാം. ബാച്ചിലേഴ്സ് ലൈഫ്. ഗൈസ്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് സെറ്റാക്കാം, അപ്പം നൈസായിരിക്കും. ഗൈസ്, അപ്പോൾ ചപ്പാത്തി റെഡി വിത്ത് പുഴുങ്ങിയ മുട്ട ആൻഡ് മുളക് പൊടി ആൻഡ് ഉപ്പ്. കഴിക്കട്ടെ. ഏതാ വ്യൂ! സീൻ തന്നെ. ആദ്യം കുറച്ച് ചപ്പാത്തി ഇങ്ങ് എടുക്കുക, കുറച്ച് മുട്ട ഇങ്ങ് എടുക്കുക, എന്നിട്ടിങ്ങനെ കഴിക്കുക. സുഖം, സ്വർഗം, വേറെ എന്ത് വേണം. ഗൈസ്, അപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ ഇൻട്രോ മാത്രം. ബാക്കി കാര്യങ്ങൾ എഡിറ്റൊക്കെ നമ്മൾ രാത്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പറയുന്ന അവധിയാണല്ലോ, സമയം കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്.
ഇടയ്ക്ക് ഇതിൽ ചെയ്യും, ഇടയ്ക്ക് ഫോണിൽ തന്നെ ചെയ്യും. ഇപ്പൊ ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്തത്. കുറെ നാളായി ലാപ്ടോപ്പ് ഒന്ന് എടുത്തിട്ട്. ഗായ്സ്, പിന്നെ ഇന്നത്തെ മാച്ച് ഇംഗ്ലണ്ട് അർജന്റീന, ഏത് ടീം ജയിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ ഇംഗ്ലണ്ടിന്റെ ഒപ്പമാണ്. അർജന്റീന ഫാൻസ് ചെറിയ പറയല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ടീമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. ഗൈസ്, അപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കുന്നത്. പുറത്ത് പോയിട്ട് വന്ന് ഇപ്പോൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു, കാണിച്ചു തരാം. ഗൈസ്, ഇതൊക്കെയാണ് സാധനങ്ങൾ. മുളക്, ചെറുപയർ, പാല്. ഗൈസ്, അശ്വിന്റെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററിന് എന്തോ പറ്റി, ഒടിഞ്ഞ് ഈ സൈഡിലേക്ക് കിടക്കുവാണ്. എന്താ പറ്റിയെന്നൊന്നും അറിയത്തില്ല. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇനി ഇത് ഫുള്ള് മാറ്റേണ്ടി വരും, ഈ ഒരു സൈഡ് മൊത്തം. ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ 2 സാധനങ്ങൾ താഴത്തെ നിലയിൽ നിന്ന് മേളത്തെ നിലയിൽ എത്തിച്ചിട്ടുണ്ട്. എന്താന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. നമ്മൾ ഇന്നലെ രാത്രി താഴത്തെ നിലയിൽ നിന്ന് മേളിലേക്ക് സ്റ്റെപ്പിൽ കൂടെ കയറ്റിട്ടുണ്ട്. ഇച്ചിരി ടാസ്ക് ആയിരുന്നു, എന്നാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സാധനം നമ്മുടെ വൈഫൈ ആണ്. വൈഫൈ മേളിലേക്ക് ആക്കിയിട്ടുണ്ട്. താഴേന്ന് സിഗ്നൽ കുറവായിരുന്നു, അപ്പോൾ നമ്മളത് ഇന്നലെ വയറൊക്കെ വലിച്ച് ഇച്ചിരി ടാസ്ക്. ഇത് രണ്ടും ഇച്ചിരി പണിയായിരുന്നു, ഫ്രിഡ്ജും വൈഫൈ. പക്ഷെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം കുറച്ച് കഴിഞ്ഞിട്ട്, കഞ്ഞിയും പയറും. ഇപ്പോൾ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ എല്ലാം സെറ്റായിട്ടുണ്ട്. കഞ്ഞിയും പയറും, പിന്നെയൊന്നുമില്ല, ചമ്മന്തിപ്പൊടി, അത്രേ ഉള്ളൂ നമ്മൾ വെച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. കുക്കറിൽ കഞ്ഞിയും പയറും, പിന്നെ മുളകുണ്ടായിരുന്നല്ലോ. മുളക് എവിടെ വെച്ച് കഴിച്ചു, അതുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീസിലടിക്കട്ടെ, ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ ഇവന്മാർക്ക് ഈ ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ പരിപാടിയുള്ളൂ എന്ന്? ഗൈസ്, ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ ഫുഡ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇച്ചിരി പാടാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചോ, ആവശ്യം വരും. ഗൈസ്, പിന്നെ രാവിലെ പറഞ്ഞ പോലെ ബേസിലും ജസ്സിനും വന്നിട്ടില്ല. ബേസിലും മിക്കവാറും നാളെ രാവിലെ വരുള്ളൂ, നേരെ കോളേജിലേക്കായിരിക്കും വരുന്നത്. ജസ്വിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമായിരിക്കും. വരുമ്പോൾ കാണിക്കാം. സെറ്റായിട്ടുണ്ട്, കഞ്ഞി റെഡി. കഞ്ഞി റെഡി. കഞ്ഞിയാണോ പയറുകറിയാണോ എന്നും അറിയില്ല. എന്താണേലും സാധനം റെഡി ആയിട്ടുണ്ട്. മൊത്തം പോകാം. അത്ര വേണ്ട, കുറച്ച് ഉപ്പിട്ട് സെറ്റാക്കട്ടെ. എന്താ സാധനം ചോദിക്കുന്നു? ഞാനേ കട വരെ പോട്ടെ. ഇങ്ങനെ പറയല്ലേ. ചൂട് കഞ്ഞി വിത്ത് പയർ, പിന്നെ പേരിന് 2-3 മുളകുണ്ട്. ഇന്ന് കുറച്ച് ലക്ഷറിയാണ്. നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ട്, അച്ചാറുണ്ട്. പോരെ അല്ലേ ബ്രോ? ധാരാളം. വേറെന്തോ ഉണ്ടായിരുന്നല്ലോ. മരണം ജസ്റ്റിൻ ബ്രോ. ഹായ്. പിന്നെ ഞാൻ പുതിയ ചെരുപ്പ് മേടിക്കും. അത് കടല ബായുടെ 210 രൂപയുള്ളൂ. അവനോട് ഞാൻ ഒന്നോടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഇത് എടുത്ത നന്നായിട്ട് അറിയാം. അല്ല, രണ്ടും ഉണ്ടോ? പിന്നെ മെയിൻ ഐറ്റം ഉണ്ട്. ഇത് അമൽ ജോബിയുടെ അത് മറ്റേ ജിമ്മിന് താഴെയുള്ളല്ലേ?
ഫ്രിഡ്ജുണ്ട് സ്വിച്ച് ഫ്രിഡ്ജിൽ പഴം വെക്കേണ്ട കാര്യമല്ല. കേടാ പോ. ഞാൻ ഈ ഇച്ചിരി പുറമെ കൊണ്ടുപോണ ഓ അവിടെ അപ്പുറത്തെ അപ്പുറത്താണ് അമ്മയുണ്ട്. ഞാൻ ഷോക്കായി. ചെരുപ്പ് ഷൂ നമുക്ക് തരുമല്ലോ. വീടിന്റെ അകത്തോടെ ഏത് പിന്നെ ആഴ്ചത്തേക്ക് That's got